നീ എന്തോ അനുവി കാണിച്ചേ? ഞാനെന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ല. നിങ്ങൾ ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? നമുക്ക് പോവാം. പോട്ടെ. സോറി. സോറി എന്തിനാ പറയുന്നേ? അറിഞ്ഞോണ്ടല്ലോ, അറിയാതെയല്ലേ. സാരമില്ല. നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ? അവൻ എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാൻ? അതിലേട്ടനൊന്നും വിചാരിച്ചിട്ടുണ്ടാവൂല. ആ അത് പോട്ടെ. അന്ന് രാത്രി എന്താ ഉണ്ടായെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ടെറസിൽ പോയി, പിന്നെ അത് കുടിച്ചു, പിന്നെ ഒന്നും ഓർമ്മയില്ല. നിനക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ലേ? അന്ന് രാത്രി നീ എങ്ങനെ റൂമിൽ പോയെന്ന് പോലും? അതൊക്കെ എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പിന്നെ രാവിലെ ആയപ്പോൾ കിച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാനും റൂമിൽ തന്നെ ഉണ്ട്. അല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്ക് ശരിക്കും ഓർമ്മയില്ല. രക്ഷപ്പെട്ടു. എന്താ കിച്ചേട്ടൻ ഇപ്പം അങ്ങനെ ചോദിച്ചേ? എന്താ എന്തേലും ഉണ്ടായോ ഒന്ന്? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഡാ പോവാം. ഞാനും വരുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് തുടങ്ങും. ഡാ വാ. ശരിയനു, എന്നാ പോട്ടെ. കൂക്കിയടി ജിഷ എന്തിയേ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ കാര്യം? അവളോട് രാഹുൽ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എല്ലാം അവളെ നോക്കി, ഞാൻ കണ്ടില്ല. അതാ നിന്നോട് ചോദിച്ചത്. അവള് ചിലപ്പോൾ ലൈബ്രറി കാണും. ഇനിയിപ്പോൾ ലൈബ്രറി പോകാനൊന്നും എനിക്ക് സമയമില്ല. ക്ലാസ് ഇപ്പോൾ തുടങ്ങും. നീ അവളെ കാണുമ്പോൾ പറഞ്ഞിരുന്നാൽ മതി. ഞാൻ പറഞ്ഞേക്കാം. അല്ല വിനു ഏട്ടാ, മീനുവിനെ കണ്ടായിരുന്നോ? അവൾ അനുവിന്റെ കൂടെ നിൽക്കുന്ന കണ്ടായിരുന്നു. ഡേ വാ, ക്ലാസ്സിൽ കയറണ്ടേ? ക്ലാസ് ഇപ്പോൾ തുടങ്ങും. അതിന് ജിഷ ഇതുവരെ വന്നിട്ടില്ല. അല്ല നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ അനുവിനെ കാണാൻ പോയതാ. അല്ല അവളിവിടെ പോയി? അവള് ലൈബ്രറിയിലോ മറ്റോ പോയതാവും. എന്തായാലും നീ വാ, നമുക്ക് പോവാം. അവള് വന്നോളൂ. അവളെ രാഹുലേട്ടൻ തിരക്കുന്നുണ്ടായിരുന്നു. വിനുവേട്ടനെ വന്ന് എന്നോട് പറഞ്ഞു. എന്താണാവോ എന്തോ കാര്യം. അത് ഇനി അടുത്ത വല്ല പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടോ എന്തോ. മിക്കവാറും അങ്ങനെ എന്തോ ഒപ്പിച്ചിട്ട് അവള് രാഹുലേട്ടനെ കണ്ണിപ്പെടാതെ മാറി നടക്കുന്നതാകും. അതൊന്നും ആവാൻ വഴിയില്ല. അതിന് അവിടെ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇപ്പൊ പഴയ പോലെ ശത്രുതയൊന്നും ഇല്ലല്ലോ. ഇത് വേറെ എന്തെങ്കിലും ആവും. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. എന്തായാലും അവള് വരട്ടെ, അവളോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുവാണോ? വാ, ക്ലാസ്സിൽ കയറാം. നീ ഇതുവരെ എവിടെയായിരുന്നു? കുറച്ച് മുന്നേ വരെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നീ എവിടെ പോയതാ? അത് ഞാൻ ലൈബ്രറി വരെ പോയതാ. എന്നിട്ട് നീ പറയാതെ പോയതെന്താ? സത്യം പറ ജിഷേ, നീയും രാഹുലേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? പ്രശ്നമോ? എന്ത് പ്രശ്നം? പ്രശ്നമായിട്ടൊന്നുമില്ലടി. പക്ഷേ എനിക്ക് രാഹുലേട്ടൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അതെന്താ പെട്ടെന്ന്? നിന്നെ ആ ചേട്ടൻ വല്ലതും ചെയ്തോ? അതൊന്നുമല്ല. അങ്ങനെ വല്ലതും ചെയ്തതായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറിയതാ, അതാ കുഴപ്പം. നീ എന്തൊക്കെയായി പറയുന്നേ? മനസ്സിലാവുന്ന രീതി പറ. എന്താ കാര്യം അത് പറ. ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കും, അതായിരിക്കും നല്ലത്. വീട്ടിൽ പോകുമ്പോൾ എന്തായാലും എൻ്റെ മരണം ഉറപ്പായി. രാഹുൽ എന്തിയേ? അവൻ ക്ലാസ്സിനും കയറിയില്ലല്ലോ. ആർക്കറിയാം. ചിലപ്പോൾ അവൻ ജിഷയെ തപ്പി നടക്കുമായിരിക്കും. അതെന്താ? അവളും അവനും തമ്മിൽ ഇനി പഴയതുപോലെ വല്ല പ്രശ്നം ഉണ്ടായോ? അതൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ അവളെ തപ്പി നടക്കും. അത് ശരിയാ, അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് പോലും അവനൊന്നും പറഞ്ഞില്ല. പിന്നെ പറയാന്നാ പറഞ്ഞു. നമുക്കിന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം. ദൈവമേ, രാഹുലേട്ടൻ എന്നെ തപ്പി വന്നതായിരിക്കും. രാഹുലേട്ടൻ എങ്ങാനും വന്ന് എന്നെ തിരക്കിയാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. കൈ കഴുകാനോ മറ്റോ പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്ലീസ് പറയല്ലേ. നിങ്ങൾ കഴിക്കാൻ പോകണോ? ജിഷ വന്നില്ലേ? ഞങ്ങൾ കഴിക്കാനിരിക്കാൻ പോവായിരുന്നു. ജിഷ അവള് കൈ കഴുകാൻ പോയി. എന്താ ചേട്ടാ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി പഴയതുപോലെ വല്ലതും? പ്രശ്നമൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞ് എന്നെ ഒന്ന് കാണാൻ വരാൻ പറഞ്ഞാൽ മതി. ഒരു കാര്യമുണ്ട്, അത്രയ്ക്ക് അത്യാവശ്യമെന്ന് പറയണം കേട്ടോ. നിങ്ങൾ കഴിച്ചു, ഞാൻ പോവാം. പോയി ഓടിയാ ചേട്ടൻ? പോയി. ശരിക്കും എന്താടി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ആ പ്രശ്നം വഷളാവേ. അത് ശരിയാ. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു. പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഞങ്ങൾക്കും കൂടി പരിഹരിച്ച് തരാൻ പറ്റും. കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും സമയം ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ കാട് കയറി ചിന്തിക്കണ്ട. ഒരു കുഴപ്പവുമില്ല. വേറെ ഒന്നുമല്ല പ്രശ്നം. അന്ന് രാത്രി കുടിച്ച് ബോധമില്ലാതെ രാഹുലോട് എൻ്റെ റൂമിലുണ്ടായിരുന്നു. ഞാൻ അയാളെ കയറി അങ്ങ് പ്രപ്പോസ് ചെയ്തു. അതിനെപ്പറ്റി ചോദിക്കാനാണ് അയാളിങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. അതായിരുന്നു ഇത്ര വലിയ കാര്യം. ഞാൻ വിചാരിച്ചു വേറെന്തോ വലിയ കാര്യമാണ്. നീ എന്താടി ഇങ്ങനെ പറയുന്നത്? ഇവളെ കാണുന്നത് പോലും അയാൾക്ക് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രപ്പോസലും കൂടി ആയപ്പോൾ തീർന്നു. രണ്ടും കൂടെ എന്താണെന്ന് വെച്ചാൽ അയക്കും. ഞാനിപ്പോഴേ കൈയഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇതിനിടയ്ക്ക്. അത് ഞാനങ്ങ് മറന്നുപോയി. അല്ല, ഇതിനിടയ്ക്ക് നിനക്ക് എപ്പോഴാണ് രാഹുലേട്ടനോട് പ്രേമമൊക്കെ തോന്നി തുടങ്ങി? എനിക്കറിയത്തില്ല. പ്രേമമാണോ അതോ ഇനി വേറെന്തെങ്കിലും കുന്താണോ? അന്ന് രാഹുലിനെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിനൊരു വല്ലാതെ. പിന്നെ അത് കഴിഞ്ഞ് ഞാനങ്ങ് വീട്ടിലും കൂടെ പോയില്ലേ. ആ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങ് വരണമെന്നായിരുന്നു. പക്ഷേ അതൊന്ന് കുടിച്ച് റൂമിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി.
ആ പിറ്റേന്ന് അയാൾ എന്നോട് ചോദിച്ചു അതൊക്കെ പറഞ്ഞ സത്യമാണെന്ന്. അന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ എന്താ പറഞ്ഞത് എന്താ ചെയ്തതെന്നൊന്നും. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോൾ എനിക്ക് ആകെ കിളി പോയൊരവസ്ഥ. ആ ചേട്ടൻ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഓ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവൂല. നിന്നോട് നേരത്തെ ഉള്ള ദേഷ്യം ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടാവും. അതായിരിക്കും നടന്നത്. ഓ ദേ വരുന്നു. ഞാൻ ഓടി രക്ഷപ്പെടാൻ പോവാ. നീ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിടിച്ച് നിൽക്കുക. ഡി ഓടരുത്, നിൽക്കടി അവിടെ. നീ എവിടെ പോയാലും നിന്റെ പിറകെ ഞാൻ കാണും. ഓ പെട്ട് ആ, എന്തായാലും കേൾക്കാനുള്ളതാ. അതിപ്പോഴേ കേട്ടേക്കാം. എന്താ ചേട്ടാ കാര്യം? നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടുന്നത്? അത് പിന്നെ ആരോടി? ഞാൻ ഓടിയില്ലല്ലോ. തപ്പി പറക്കണ്ട, എനിക്ക് മനസ്സിലായി. നീ അന്ന് പറഞ്ഞതൊക്കെ സത്യമാണോ? ആ, ഞാൻ എന്തായാലും നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ഓർത്തിരിക്കണ്ടെന്നല്ലേ നീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോടെ നോക്കാമെന്ന് വിചാരിച്ചു. അല്ല ഞാനതെപ്പോഴാ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഇത് മാത്രം ഓർത്തിരിക്കാൻ അന്ന് രാത്രി റൂമിൽ എന്താ ഉണ്ടായെന്ന് പോലും നിനക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് നീ എങ്ങനെ ഓർത്തിരിക്കും? ഓ അങ്ങനെ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നിന്റെ ക്ലാസ്സിലല്ലേ ഐശ്വര്യ പഠിക്കുന്നത്? ആ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ അവളെ എനിക്കൊന്ന് സെറ്റാക്കി തരണം. അവളോ? അവളൊന്നും ശരിയാവത്തില്ല. അതെന്താ കുഴപ്പം? അവളെ കാണാൻ നല്ലതല്ലേ, സ്വഭാവം നല്ലയാ, പിന്നെന്താ പ്രശ്നം? അവള് വേണ്ട, എനിക്കിഷ്ടമല്ലത്. അതിന് നിന്നോട് പ്രേമിക്കാനല്ല പറഞ്ഞത്, എനിക്ക് സെറ്റാക്കി തരാനാ ഞാൻ പറഞ്ഞത്. എന്നാലും അത് വേണ്ട. അവൾക്ക് വീണനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. ചേട്ടന് പാസ്റ്റ് അറിയാവുന്ന ഒരാളെ നോക്കണമെന്നല്ലേ താല്പര്യം. അവൾ ശരിയാവത്തില്ല. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി. പോയി അത് ചെയ്യാൻ നോക്കടി. ഞാൻ പോവാ, പിന്നെ കാണാം. പറഞ്ഞ കാര്യം മറക്കണ്ട. എന്തുവാടി കാര്യം? എന്തുവാ രാഹുലോട് ഇത്ര സീരിയസ് ആയിട്ട് നിന്റെ അടുത്ത് സംസാരിച്ചേ? അത് നമ്മുടെ ക്ലാസ്സിൽ ഐശ്വര്യ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? പിന്നെ എനിക്കതല്ലേ പണി. നീയല്ലേ പറഞ്ഞേ രാഹുലേട്ടനെ പ്രപ്പോസ് ചെയ്തെന്ന്. എന്നിട്ടോ? അതെനിക്ക് ഓർമ്മയില്ലാന്ന് വിചാരിച്ച ഐശ്വര്യയെ സെറ്റാക്കി കൊടുക്കണമെന്നും പറഞ്ഞ എൻ്റെ അടുത്ത് വന്നത്. നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടെന്ന്? ആ ബെസ്റ്റ്. എന്നിട്ടാണ് ഇവളെ എങ്ങനെ വലിച്ചു കീറാൻ അല്ലേ? ഞാനത് ഓർത്തില്ല. ഇനി എന്തോ ചെയ്യുന്നേ? ഇനി പ്രത്യേകിച്ച് വേറെ വഴിയൊന്നുമില്ല. ഐശ്വര്യ എങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുക്കാൻ നോക്ക്. പിന്നെ എനിക്കൊന്നും വയ്യ, എൻ്റെ പട്ടി സെറ്റാക്കി കൊടുക്കും. ഏത് പട്ടിയാ സെറ്റാക്കാൻ പോകുന്നത്? അത് ചേട്ടാ, ഞാനും അതിനെപ്പറ്റി സംസാരിക്കാനാണ് നിങ്ങളോട് വന്നത്. അവൻ ഇത്രയും നാളിന് ശേഷം തോന്നിയ ഒരു ആഗ്രഹമാണ്. അത് ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെയും കൂടെ ഹെൽപ്പ് വേണം. അതിന് നിങ്ങൾ 3 പേരും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങളോടും രാഹുലേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഓ അപ്പോൾ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞതല്ലേ? ഞങ്ങളെന്തായാലും അവന് സപ്പോർട്ടാണ്. നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ജിഷ വേണം അവളോട് സംസാരിക്കാൻ. ഞാനോ? എനിക്കൊന്നും പറ്റത്തില്ല. നീ തന്നെ സംസാരിക്കണം. കാരണം നിന്നോട് അവൻ ഫസ്റ്റ് ഹെൽപ്പ് ചോദിച്ചത്, അതുകൊണ്ടാണ്. അത് നീ പറഞ്ഞു ശരിയാ. ജിഷ തന്നെ വേണം അവളോട് സംസാരിക്കാനും. ആ ചേട്ടന് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് സെറ്റാക്കി കൊടുക്കുന്നവരെ ഞങ്ങളേറ്റു. ഐശ്വര്യയോട് ഞങ്ങൾ സംസാരിച്ചോളാം. അതെങ്ങനെ ശരിയാവും? ഞാൻ എൻ്റെ കാര്യമല്ലേ ചേട്ടനോട് പറഞ്ഞത്. എന്നും ആ ചേട്ടൻ അങ്ങനെ നടന്നാൽ മതിയോ? ഒരു ലൈനൊക്കെ ആവണ്ടേ? ആ ചേട്ടൻ്റെ കാര്യം നമുക്ക് ഐശ്വര്യയോട് സംസാരിക്കാം. നീ പറഞ്ഞതെല്ലാം അങ്ങ് മറന്നേരെ. ഓക്കെ, സംസാരിക്കാം. അതൊക്കെ മറക്കുന്ന തന്നെ നല്ലത്. എന്നോട് ഈ അടുത്ത സമയത്താണ് മിണ്ടി തുടങ്ങിയത്. ഞാൻ കാരണം ഇനിയൊരു പ്രശ്നം വേണ്ട. എനിക്ക് അതിനെപ്പറ്റി അവളോട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്തോ ഇത്ര ആലോചിക്കുന്നേ? അത് ഞാൻ ആ ചേട്ടൻ്റെ കാര്യം എങ്ങനെ അവളോട് പറയുമെന്നതിനെ പറ്റിയാ. അവനെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ ഞങ്ങൾക്ക് ദൈവമായിട്ട് തന്നൊരു അവസരം. അതിന് നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യണം. എന്തായാലും ഞാൻ നാളെ അവളോട് കാര്യം പറയുന്നുണ്ട്. ബോധമില്ലാതെ എന്താ ചെയ്തു കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടാവും. ഈ ചേട്ടൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ദൈവമേ, അന്ന് ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോ ആവോ? എന്താ വിനുവേട്ട എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഞാൻ അന്ന് രാവിലെ ഇവിടെ നടന്നതൊക്കെ ഒന്ന് ഓർത്തു പോയത്. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ലു. ഓ ഇത് വല്ല ഓന്തിൻ്റെ ജന്മാണോ എന്തോ. ഇത്രയും നേരം ചേച്ചിവിടെ നിന്നതാ, ഇപ്പം മുഖം പോയ പോക്ക് നോക്കി. രാഹുലിന്റെ ഐഡിയ വല്ലതും വയ്ക്കുന്നുണ്ടോടാ? ഏതാണ്ട് ഏറ്റവും മട്ട. നാളെ എന്തായാലും അവൾ ഐശ്വര്യോട് പറയുമെന്ന് പറഞ്ഞേക്കുക. ഞാൻ എങ്ങനെ അവളോട് കാര്യം പറയും? എന്തായാലും പറയാം, പറയാതിരിക്കാൻ പറ്റൂലല്ലോ.
അത് ഐശ്വര്യല്ലേ? കൂടെ രാഹുലേട്ടനും ഉണ്ടല്ലോ. എങ്ങനെ ഇപ്പം അവരുടെ അടുത്തോട്ട് പോവും? അവൻ എന്തായിരിക്കും ഇത്ര സംസാരിക്കുന്നത്? അതെ രാഹുലേട്ടാ, അതിലേട്ടൻ ചേട്ടനെ വിളിക്കുന്നുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം എന്തോ പറയാനാ. അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. ആ ഞാൻ എന്താ പോവാ. ഐശ്വര്യ എന്നാൽ ഉച്ചയ്ക്ക് ഇവിടെ വന്നാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം മറുപടി എനിക്ക് ഉച്ചയ്ക്ക് തരണേ. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോ? അപ്പോൾ ശരി, ഉച്ചയ്ക്ക് കാണാം. നിന്നോട് രാഹുലേട്ടൻ എന്തിൻ്റെ മറുപടിയാ ചോദിച്ചേ?